ഹേ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്സ് ടു ദ ടീച്ചർ ആണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കണോ. ഞാൻ കുറച്ചധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. വള്ളത്തോൾ നാരായണ മേനോനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ടേ. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ ഗാന്ധിജിയെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. എന്താണ് ആ കവിതയുടെ പേര്? എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിത. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിത അത് വള്ളത്തോൾ നാരായണ മേനോൻ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ കവിതയാണ്. അപ്പോൾ വള്ളത്തോളിന്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കൃതിയിലെ വരികളാണ് ഇത്. കേരള കലാമണ്ഡലം സ്ഥാപിച്ച കവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ. ഒരുപാട് പ്രത്യേകതകളുണ്ട് ആർക്ക്? നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോന്. എന്താണ് വള്ളത്തോളിന്റെ മറ്റൊരു പ്രത്യേകത? നിങ്ങൾക്കറിയാമോ വള്ളത്തോളിന്റെ മറ്റൊരു പ്രത്യേകത? കേരള വാൽമീകി എന്നറിയപ്പെടുന്ന കവിയാണ് വള്ളത്തോൾ. അതുപോലെ കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ നമ്മൾ പറഞ്ഞു. ദേശീയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോളാണ്. ഒരു രോഗബാധയെ തുടർന്ന് ബധിരനാവുകയും, അതായത് ചെവി കേൾക്കാത്ത ആളാവുകയും ബധിരവിലാപം എന്ന കവിത രചിക്കുകയും ചെയ്ത കവിയാണ് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി ഞാൻ മറ്റൊരു കവിയെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, യുറീക്ക മാമൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് കണക്കാക്കുക. യുറീക്ക മാമൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? പ്രൊഫസർ എസ് ശിവദാസ്. യുറീക്ക മാമൻ എന്നറിയപ്പെടുന്നത് പ്രൊഫസർ എസ് ശിവദാസ്. കാന്താരി കുട്ടിയും കൂട്ടുകാരെ കുറിച്ചുള്ള ഒരു ഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് എഴുതിയത് അദ്ദേഹമായിരുന്നു അല്ലെ, പ്രൊഫസർ എസ് ശിവദാസ്. മറ്റൊരു വരി എന്താണെന്ന് വെച്ചാൽ, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമലേ വിവേകികൾ. ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമലേ വിവേകികൾ. ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. ഓക്കേ.